ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ് ഓംസ് ലോ എന്നാണ്. ഓംസ് ലോ പറയുന്നത് എന്താണ്? The potential difference across a conductor is proportional to the current flowing through the conductor. That is V proportional to I. V equals a constant R into I or V is equal to IR. ഈ R എന്ന് പറയുന്നത് എന്താണ്? R is a constant known as the resistance of the conductor. അപ്പൊ ഇവിടെ പറയാൻ കാര്യം അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ പോകുന്ന കണ്ടക്ടൻസ് എന്താണ്. അപ്പൊ എന്താണ് കണ്ടക്ടൻസ്? കണ്ടക്ടൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് K കൊണ്ടാണ്. കണ്ടക്ടൻസ് K എന്ന് പറഞ്ഞാൽ കണ്ടക്ടൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ്. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? K is equal to 1/R. നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെയുടെ യൂണിറ്റ് അഥവാ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? അത് 1/R ആയതുകൊണ്ട് എന്തായിരിക്കും കെയുടെ യൂണിറ്റ്? ഓം റേസ് ടു -1. 1/R അല്ലേ? അപ്പൊ 1/Ohm എന്ന് പറഞ്ഞാൽ ഓം റേസ് ടു -1. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വേറൊരു യൂണിറ്റ് ആണ് മോ. ഈ ഓം തിരിച്ചിടുന്ന പോലെ മോ. പിന്നെ സീമൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൂടി പറയാറുണ്ട്. സീമനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സീമൻ എന്നും പറയാറുണ്ട്. ഇങ്ങനെയും യൂണിറ്റ് ഉണ്ട്, എസ് കൊണ്ട് റെപ്രസെന്റ്. അപ്പൊ ഇതാണ് കണ്ടക്ടൻസ്. അപ്പൊ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടൻസ് ഈസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് K is equal to 1/R. യൂണിറ്റ് ഓം റേസ് ടു -1 ഓർ മോ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് മൊബിലിറ്റി എന്താണെന്നാണ്. മൊബിലിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മ്യൂ കൊണ്ടാണ്. മൊബിലിറ്റി മ്യൂ. നമുക്കറിയാം കണ്ടക്ടറിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. മൊബൈലായിട്ടുള്ള ഫ്രീ ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ നമുക്ക് ഈ ഫ്രീ ഇലക്ട്രോൺസിന് അക്രോസ് ആയിട്ട് കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഫീൽഡ് അപ്ലൈ ചെയ്ത ഫീൽഡിന് എതിരെ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നു. അതിനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോഴ് ഇവിടെ എന്താണ് മൊബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഈ ഇലക്ട്രോൺസിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും. The drift velocity of the free electrons is proportional to the electric field. That is, V proportional to E, V equals a constant into E. A constant നമ്മൾ mu എന്ന് പേര് കൊടുക്കുന്നു. V equals a constant mu into E. Mu is known as mobility of the charge carrier. Drift velocity of the free electrons is proportional to the electric field. That is, V proportional to E. V equals a constant mu into E. Mu is known as the mobility of the electron അല്ലെങ്കിൽ charge carrier. അപ്പൊ ഇനി നമുക്ക് mu കണ്ടുപിടിക്കാമല്ലോ. Therefore, mu equals to വരും V/E. Mu equals V/E. അപ്പൊ നമുക്ക് എങ്ങനെ മൊബിലിറ്റിയുടെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? Mobility is defined as the magnitude of the drift velocity per unit electric field. Like this, mu is defined as the magnitude of drift velocity per unit electric field. അപ്പൊ ഇതാണ് എന്ത്? മൊബിലിറ്റി. ഈ മൊബിലിറ്റിയുടെ യൂണിറ്റ് എന്താണ്? നമുക്കറിയാം V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലേ? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ്. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡിന്റെ നമുക്ക് കണ്ടുപിടിക്കുന്ന നമുക്കറിയാം ഇക്വേഷൻ ഈസ് ഈക്വൽ ടു V/D ആണ് അല്ലെ? വിയുടെ യൂണിറ്റ് V എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതിന്റെ യൂണിറ്റ് വോൾട്ടേജ് V. വോൾട്ട് V ആണ്. D എന്ന് പറഞ്ഞാൽ ദൂരമാണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ ഈയുടെ സ്ഥലത്ത് നമുക്ക് എന്ത് എഴുതാം? V/M ബൈ V/M എന്നെഴുതാം. അപ്പൊ നമുക്ക് ഇത് തിരിച്ചിടുമ്പോ എന്ത് വരും? ദാറ്റ് ഈസ് മീറ്ററും കൂടെ മീറ്റർ സ്ക്വയർ അല്ലെ? മീറ്റർ സ്ക്വയർ ഓടിപ്പോകും അല്ലെ? ബൈ പിന്നെ താഴെ എന്ത് വരും? E അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് ഇസിക്കൽ ടു മീറ്റർ സ്ക്വയർ S⁻⁻1 V⁻⁻1. അപ്പൊ ഇതാണ് എന്ത്? മ്യൂന്റെ മൊബിലിറ്റിയുടെ യൂണിറ്റ് ആണ് മീറ്റർ സ്ക്വയർ S⁻⁻1 V⁻⁻1. അതെങ്ങനെ നമുക്ക് കിട്ടിയത്? നമുക്കറിയാം മ്യൂസിക്കൽ V/E. V എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിയാണ്. വെലോസിറ്റി ആണല്ലോ. വെലോസിറ്റിയുടെ എന്താണ്? നമുക്ക് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പം M/S എന്ന് എഴുതി. ബൈ ഈയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ കണ്ടുപിടിക്കും. നമുക്കറിയാം ഇക്വേഷൻ V/D നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. V എന്ന് പറഞ്ഞാൽ വോൾട്ട് ആണ് അതിന്റെ യൂണിറ്റ്. D എന്ന് പറഞ്ഞാൽ ദൂരമാണ് അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ V/M എന്ന് വരും. അപ്പൊ നമുക്ക് ഈയുടെ സ്ഥാനത്ത് എന്ത് എഴുതി? നമ്മള് V/M എന്ന് എഴുതി. എന്നിട്ട് ഇത് തിരിച്ചിടുമ്പോൾ എന്ത് വരും? M/S
ഇൻറ്റു എം ബൈ വി എന്ന് വരും. അപ്പം എം സ്ക്വയർ ബൈ എസ് വി എന്ന് വരും. അപ്പം മീറ്റർ സ്ക്വയർ എസ് മോളിൽ പോകുമ്പോൾ എസ് റേസ് ടു -1, വി മോളിൽ പോകുമ്പോൾ വി റേസ് ടു -1. അപ്പൊ ഇതാണ് ഇക്വേഷൻ കൂടി ഇതിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. അതായത് നമ്മള് പറഞ്ഞു മ്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ഇ എന്ന് പറഞ്ഞു അല്ലെ. അപ്പം വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വി ഇസ് ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു ടോ. ഈ ഇക്വേഷൻ നമ്മൾ ഡിഫ്റ്റ് വെലോസിറ്റി റിലാക്സേഷൻ ടൈം തമ്മിലുള്ള ബന്ധമായിരുന്നു. വി ഇസ് ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു ടോ മൈനസ് കളഞ്ഞാൽ നമ്മൾ അന്ന് എഴുതിയത് കാര്യം പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഈ വിക്ക് പകരം ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇ ബൈ എം ഇൻറ്റു ടോ. അപ്പൊ ഈ മൊബിലിറ്റിക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. therefore mu equals വിക്ക് പകരം ഇ ക്യാപിറ്റൽ ഇ സ്മോൾ ഇ ബൈ എം ഇൻറ്റു ടോ എന്ന് എഴുതുന്നു. ഇതിന് പകരം വിക്ക് പകരം ബൈ ഇ എന്ന് വരുമല്ലോ. അപ്പം ഡിവൈഡഡ് ബൈ ഇ എന്ന് വരും അല്ലെ. ഡിവൈഡഡ് ബൈ ഇ. അപ്പൊ നമുക്ക് ഈ കൂടെ ഇന്ത്യയിൽ വെട്ടിപ്പോകും. ബാക്കി എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു ഇ ടോ ഡിവൈഡഡ് ബൈ എം. ഇതാണ് മൊബിലിറ്റിയുടെ പുതിയൊരു ഇക്വേഷൻ ആണ്. mu is equal to E tau by M, where tau is the relaxation time. Next, factors affecting the resistance of a conductor. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? The resistance of a conductor depends on the length of the conductor. Resistance of a conductor depends on the length of the conductor. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കണ്ടക്ടറിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ മറ്റൊരു പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ആശ്രയിക്കും. എങ്ങനെ ആശ്രയിക്കും എന്നുള്ളത് പിന്നീട് പറയാം. അപ്പം രണ്ട് പോയിന്റായി റെസിസ്റ്റൻസ് ഈസ് depends on the length, resistance depends on the area of cross section of the conductor. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടക്ടർ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടക്ടർ. ദെൻ ഫൈനൽ പോയിന്റ്, ദ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. ഏത് വസ്തു കൊണ്ടുണ്ടാക്കിയ കണ്ടക്ടറാണ് അത്. മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ, ഏത് മെറ്റീരിയലാണ് കണ്ടക്ടർ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. Resistance depends on the length. Resistance depends on the area of cross section of the conductor. Resistance depends on the temperature of the conductor. It also depends on the material of the conductor. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 4 പോയിന്റ്സ് ആണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കേരളത്തിൽ ഈ റെസിസ്റ്റൻസും ലെങ്തും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും തമ്മിൽ എങ്ങനെയാണ് തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ എന്ന് പറഞ്ഞു. നമുക്ക് ആദ്യം ഒരു കണ്ടക്ടർ എടുക്കാം. ഒരു സ്ലാബാണ്, ഒരു കണ്ടക്ടിങ് സ്ലാബാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ എൽ ലെങ്ത് ഉള്ള ഒരു സ്ലാബാണ്. അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അപ്പൊ എൽ ലെങ്ത് ഉള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു. ഇനി നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു സ്ലാബ് കൂടി അതിന്റെ സമീപത്തേക്ക് അതേപോലത്തെ വലിപ്പമുള്ള ഒരു ഐഡന്റിക്കൽ ആയിട്ടുള്ള സ്ലാബാണ്. അതേ വലിപ്പമുള്ള ഈ സ്ലാബ് എടുക്കുക. എന്നിട്ട് ഇതിന്റെ സമീപം അതിന്റെ സൈഡ് ബൈ സൈഡ് ആയിട്ട് ചേർത്ത് വയ്ക്കുക. ഇതിന്റെ അതേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും അതേ ലെങ്തുമുള്ള ഒരു മറ്റൊരു സ്ലാബാണ് ഇവിടെ. ഇതിനെ ക്രോസ് ആയിട്ട് നമ്മൾ ഒരു വോൾട്ടേജ് കൊടുക്കുന്നു. ഈ ആദ്യത്തെ സ്ലാബിനെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് കൊടുക്കുന്നു. രണ്ടാമത്തെ സ്ലാബിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ്. ഈ രണ്ട് സ്ലാബും ഐഡന്റിക്കൽ ആയതുകൊണ്ട് അഥവാ ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഒരേ കറണ്ട് തന്നെയായിരിക്കും ഈ രണ്ട് സ്ലാബിൽ കൂടെയും കടന്നു പോകുന്നത്. അപ്പൊ കറണ്ട് സെയിം ആണ്, പക്ഷെ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ബി ആണ്. രണ്ടാമത്തെ സ്ലാബിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ബി ആണ്. രണ്ടും ഐഡന്റിക്കലാണ്, നമ്മുടെ സെയിം കറണ്ടാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പൊ നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ രണ്ടുകൂടെ ചേർന്ന കോമ്പിനേഷൻ, നമുക്ക് ഈ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ റെസിസ്റ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ കണ്ടുപിടിക്കണം. ആർ സി രണ്ടുകൂടെ ചേർന്നിട്ടുള്ള റെസിസ്റ്റൻസ് എങ്ങനെ വരുന്നത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടി നമുക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഓംസ് ലോയിൽ നിന്ന് വി ഈസ് ഈക്വൽ ടു വി ബൈ ഐ ആണ്, ആണല്ലോ. അപ്പൊ റെസിസ്റ്റൻസ് അക്രോസ് കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ സ്ലാബ് രണ്ടാമത്തെ സ്ലാബ് രണ്ടുകൂടെ ചേർത്ത് വെച്ചു. അപ്പോൾ ഇതിന്റെ അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ
പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വി പ്ലസ് വി എന്ന് പറയുന്നത് എന്താണ് 2V ആണ്. അപ്പൊ വിയുടെ സ്ഥാനത്ത് ഇവിടെ എന്ത് വരും? ഈ രണ്ടുകൂടെ ചേർത്ത് വെക്കുമ്പോൾ ഇതിനെ ക്രോസ് വോൾട്ടേജ് പ്ലസ് ഇതിനെ ക്രോസ് വോൾട്ടേജ്. അപ്പൊ എന്ത് വരും? ആറിന്റെ സ്ഥാനത്തെ കോമ്പിനേഷനോട് ചേർന്നിട്ടുള്ള റെസിസ്റ്റൻസിന് RC എന്ന് കൊടുത്തു. RC ആർ കോമ്പിനേഷൻ ഇസ് ഈക്വൽ ടു എന്ത് വരും? വി പ്ലസ് വി. വിയുടെ സ്ഥാനത്ത് എന്ത് വരും? 2V. പക്ഷെ ഇത് രണ്ടും ഐഡന്റിക്കൽ ആയതുകൊണ്ട് ഇതിനെ ക്രോസ് കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് വരും? 2 × V/I. ഇങ്ങനെ എഴുതാം. ഈ രണ്ടുകൂടെ ചേർന്നിട്ടുള്ള കേസ്. അപ്പൊ ലെങ്ത് ഇപ്പൊ എന്ത് ചെയ്തു? ലെങ്ത് ഡബിൾ ആയി മാറി, ഇല്ലയോ? രണ്ട് ഒരേപോലത്തെ ലെങ്ത് ഉള്ള രണ്ടെണ്ണമാണ് ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത് സൈഡ് ബൈ സൈഡ് ആയിട്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും രണ്ടിന്റെയും സെയിം ആണ്. അപ്പൊ പക്ഷെ V/I എന്ന് പറഞ്ഞാൽ എന്താണ്? V/I = R അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? V/Iക്ക് പകരം എന്ത് എഴുതാം? R എന്ന് എഴുതാം. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ എന്ത് വരും? 2 × എന്ത് വരും? R. V/I = R ആകുമ്പോൾ ഇത് രണ്ടുകൂടെ ചേർന്നിട്ടുള്ള അഥവാ കമ്പയർ ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 × R. അപ്പൊ ഇവിടെ നമ്മൾ എന്തോ ചെയ്തത്? ലെങ്ത് എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു, അല്ലേ? ആദ്യം ഒരു ലെങ്ത്, പിന്നെ മറ്റൊരു അതേപോലത്തെ വേറൊരു കണ്ടക്ടർ എടുത്ത് വെച്ചു. അതും സെയിം ലെങ്ത് ഉള്ള. അപ്പൊ ലെങ്ത് ഡബിൾ ചെയ്തപ്പോൾ ലെങ്ത് 2L ആയപ്പോൾ, അതായത് 2L ആയപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ രണ്ടുകൂടെ കൂടെ ചേർന്നിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായി മാറി? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്വൈസ് ഡബിൾ ആയി മാറി, അല്ലെ? അപ്പൊ ലെങ്ത് കൂടിയപ്പോൾ റെസിസ്റ്റൻസ് കൂടി, ഡബിൾ ചെയ്ത് രണ്ടും ഡബിൾ ആയി. ഇത് ഡബിൾ ആയപ്പോൾ ഇത് ഡബിൾ ആയി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആറും എല്ലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാം? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ എന്ന് പറയും. കാരണം എന്താ? റെസിസ്റ്റൻസ് ലെങ്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ഇവിടെ കൂടിയില്ലേ? ഡബിൾ ആയില്ലേ? 2L ആയപ്പോൾ ഇവിടെ 2R അല്ലേ കിട്ടിയ ഉത്തരം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ ബന്ധം. റെസിസ്റ്റൻസും ലെങ്തും തമ്മിലുള്ള ഒരു റിലേഷനാണ് റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അതാണ് ആദ്യത്തെ പോയിന്റ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഏരിയ ക്രോസ് സെക്ഷൻ റെസിസ്റ്റൻസ് തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഇതേ സ്ലാബ് തന്നെ എടുക്കുന്നു. നമ്മളിപ്പോ പഠിച്ച നമ്മളിപ്പോ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞില്ലേ? നമുക്ക് അതുപോലെ ഇതേ സ്ലാബ് തന്നെ എടുക്കുന്നു. അപ്പൊ ആ സ്ലാബിന്റെ ഒരു സ്ലാബാണ് നമ്മൾ എടുത്തത്, അതിന്റെ ലെങ്ത് L. ഇനി നമുക്ക് ഈ സ്ലാബിനെ നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ ലെങ്ത് വൈസ് ആയിട്ട് കട്ട് ചെയ്യും. തുല്യ ഭാഗങ്ങളാക്കി മാറ്റി വെച്ചിരുന്നു. അപ്പോഴേ ഇത് ലെങ്ത് L അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V ആണ്. ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, അല്ലെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി ഇതിനെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് മാറ്റിയപ്പോൾ ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എങ്ങനെ മാറും? ഏരിയ ഉള്ളതായിരുന്നു. അപ്പൊ അതെന്താവും? പകുതിയാകും, അല്ലെ? ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താവും? ആകെ ഏരിയ ആയിരുന്നു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ പകുതി ആകുമ്പോൾ ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A/2, ഇതിന്റെയോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A/2. അപ്പൊ നേരത്തെ ഒരു ഫുൾ സ്ലാബിനെ നമ്മൾ രണ്ടായിട്ട് ലെങ്ത് വൈസ് ആയിട്ട് കട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇതിന്റെ A/2 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അടുത്ത ഭാഗത്തിന്റെ A/2. ഇനി നമുക്ക് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നതോ, ഈ സ്ലാബിൽ ആകെ കറണ്ട് I ആണ് ഇതിൽ കൂടെ ഒഴുകുന്നതെങ്കിൽ ആദ്യത്തെ ഹാഫിൽ കൂടെ പോകുന്ന എത്രയായിരിക്കും? I/2 ആയിരിക്കും, അല്ലെ? രണ്ടാമത്തെ ഹാഫിൽ കൂടെ പോകുന്നതോ അതും I/2 ആയിരിക്കും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓംസ് ലോ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച് V = IR ആണ്, ക്ലിയർ? അതിൽ നിന്ന് എന്ത് വരും? R = V/I എന്നാണ് നമുക്കറിയാം, ആണല്ലോ. ഇവിടുത്തെ V എന്ന് പറയുന്നതിന് മാറ്റമൊന്നും വരുന്നില്ലല്ലോ ഈ കേസിൽ. അപ്പൊ V/I എന്തായിട്ട് മാറുമെന്നാ പറഞ്ഞേ? I/2 ആയിട്ട് മാറും. I/2. Iക്ക് പകരം എന്ത് വരും? പകുതി അല്ലേ? പകുതിയാക്കുമല്ലേ ചെയ്തത്. അപ്പൊ I/2. അപ്പൊ നമ്മള് ഈ തിരിച്ചും 2 മോളിൽ വരും. അപ്പൊ എന്ത് കിട്ടും? 2 മോളിൽ വരുമ്പോ 2 × P/I എന്നാവും. 2 × P/I എന്നാവും. ഇനി V/I എന്താണ്? V/I എന്ന് പറഞ്ഞാൽ എന്താണ്? R അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? V/I R ആയതുകൊണ്ട് 2 × R എന്ന് വരും, അല്ലെ? അപ്പൊ 2 × R എന്ന് വരും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? റെസിസ്റ്റൻസും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാ? പകുതിയായി. റെസിസ്റ്റൻസ് എത്രയാ കിട്ടിയത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയാക്കിയപ്പോൾ റെസിസ്റ്റൻസ് ട്വൈസ് ആയി. അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധം എന്തുവാ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയായപ്പോൾ റെസിസ്റ്റൻസ് ഡബിൾ ആയി. അപ്പൊ ഇവര് തമ്മിലുള്ള പ്രൊപ്പോർഷൻ എങ്ങനെയാ? റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അല്ലെ? അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയായപ്പോൾ റെസിസ്റ്റൻസ്
ഇത് കുറഞ്ഞപ്പോൾ ഇത് കൂടി. അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം എങ്ങനെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലായത്. എന്തൊക്കെയാണ്? ഇവര് തമ്മിലുള്ള ബന്ധം എന്താണ്? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇനി രണ്ടുകൂടെ ചേർത്ത് നമുക്ക് ഇത് ഒന്നിച്ച് എഴുതാൻ നോക്കാം. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. നെക്സ്റ്റ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റോ കൊണ്ടാണ്. നമ്മള് ഇപ്പൊ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? the resistance of a conductor is directly proportional to length എന്ന് പറഞ്ഞു. Next, resistance of a conductor is inversely proportional to area of cross section എന്ന് മറ്റൊരു പോയിന്റ് പറഞ്ഞു. അതിന് കാരണം നമ്മൾ വിശദീകരിച്ചു. ഇനി ഇത് രണ്ടിന്റെയും LHS 6 ആണല്ലോ. അപ്പൊ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒന്നിച്ചെഴുതുമ്പോൾ എന്ത് വരും? R proportional to L by A എന്ന് വരും. R proportional to L by A. ഇനി ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Therefore, R equals a constant rho into L by A, where rho is a constant known as the resistivity of the material of a conductor. Rho എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ പേരാണെന്ത്? റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് റോയുടെ ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റോയുടെ ഡെഫിനിഷൻ. അപ്പൊ അതിന് മുന്നേ വേറൊരു കാര്യം കൂടി. റോ നമുക്ക് കണ്ടെത്താം. ഇക്വേഷൻ റോ കണ്ടുപിടിക്കാം. റോ കണ്ടുപിടിക്കാൻ റോ ഈസ് ഈക്വൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. റോ ഈസ് ഈക്വൽ ടു RA by L. അപ്പൊ ഇത് റോ കണ്ടെത്താം. റോ ഈസ് ഈക്വൽ ടു RA by L. റോ എന്താണെന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. ഇനി നമുക്ക് ഈ റോയുടെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? നമുക്കറിയാം എന്താണ്? മീറ്റർ സ്ക്വയർ. ഏരിയയുടെ ബൈ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് മീറ്റർ അല്ലെ. അപ്പൊ ഈ മീറ്ററും ഒരു മീറ്റർ സ്ക്വയറും കൂടി പോയിട്ട് ബാക്കി എന്ത് വരും? ഓം മീറ്റർ. അപ്പം റോയുടെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് റോ ഓം മീറ്റർ. ക്ലിയർ ആണ്? ഇത് രണ്ട് പോയിന്റും നമ്മളിപ്പോ വിശദീകരിച്ചതാണ്. ആർ പ്രൊപ്പോർഷണൽ ടു എൽ, ആർ പ്രൊപ്പോർഷണൽ ടു 1 by A, ആർ ഒന്നിച്ച് എഴുതുമ്പോൾ ആർ പ്രൊപ്പോർഷണൽ ടു L by A. ഇനി പ്രൊപ്പോർഷൻ സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് റോ. R is equal to a constant rho into L by A. Rho is known as the resistivity of the material of the conductor. ഈ ഇക്വേഷൻ നമ്മൾ റോ കണ്ടെത്തി. റോ is equal to RA by L. ഇനി നമുക്ക് റോയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? റെസിസ്റ്റൻസിന്റെ യൂണിറ്റും ഏരിയയുടെ യൂണിറ്റും ലെങ്തിന്റെ യൂണിറ്റും നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റോയുടെ യൂണിറ്റ് ഓം മീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് റെസിസ്റ്റിവിറ്റി എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്ന് നോക്കാം. എങ്ങനെ നമ്മളതിനെ വിശദീകരിക്കാം. എന്താണ് റെസിസ്റ്റിവിറ്റി? ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്? അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെ വരുമെന്ന്. അപ്പൊ നമുക്ക് ഇപ്പൊ എഴുതിയ ഇക്വേഷൻ റോ ഈസ് ഈക്വൽ ടു RA by L എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനിയും നമുക്ക് ഈ റോയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എ എന്ന് പറയുന്നത് ഒരു മീറ്റർ സ്ക്വയർ ആയാൽ, എൽ എന്ന് പറയുന്നത് ഒരു മീറ്റർ ആയാൽ നമുക്കിവിടെ എന്ത് സംഭവിക്കും? If A equals 1 and L equals 1, then rho equals R എന്ന് പറയാം. റോ ആറിന് തുല്യമാകും എപ്പോഴും എയും എല്ലും 1 ആയാൽ. നമുക്ക് ഇതെങ്ങനെ റോയെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എങ്ങനെ നമ്മൾ അതിനെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് എ കണ്ടക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദി resistance of the conductor or unit length and unit area of cross section. Definition പറയാം. Resistivity of the material of a conductor is defined as the resistance of a conductor of unit length and unit area of cross section. അപ്പോൾ ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് കണ്ടക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. Conductivity. Next, conductivity. Conductivity നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ വെച്ചിട്ടാണ്. സിഗ്മ. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ it is the reciprocal of resistivity. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ്
കണ്ടക്ടിവിറ്റി. അപ്പൊ റെസിസ്റ്റിവിറ്റി റോ അല്ലേ, അപ്പൊ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ സിഗ്മ ഈക്വൽസ് 1/ρ. അപ്പം റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയുന്നത് എന്താണ്, റോയും കണ്ടക്ടിവിറ്റി സിഗ്മയും തമ്മിലുള്ള ബന്ധം എന്താണ്, സിഗ്മ ഈക്വൽസ് 1/ρ. അപ്പൊ കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും, റോയുടെ യൂണിറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ എന്തായിരുന്നു, ഓം മീറ്ററിനായിരുന്നു റോയുടെ യൂണിറ്റ് അല്ലെ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും, കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ, അപ്പൊ തിരിച്ച് 1/Ω മീറ്റർ വരും. അപ്പൊ എന്ത് വരും, Ω⁻⁻1 മീറ്റർ⁻⁻1. ഇതാണ് എന്ത്, കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് Ω⁻⁻1 മീറ്റർ⁻⁻1. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പം അടുത്തായിട്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതായത് ഒരു കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസിന് സംഭവിക്കും. ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ കേസിൽ ഒരു ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു കണ്ടക്ടർ എടുത്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണ്. അപ്പം ആ കണ്ടക്ടറിനകത്തിലെ അയോണുകളും ആറ്റങ്ങളും എന്ത് ചെയ്യുന്നു, മാക്സിമം ആംപ്ലിറ്റ്യൂഡില് വൈബ്രേറ്റ് ചെയ്യും. അതിന്റെ മെയിൻ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ കൂടുകയും അതിന്റെ ഫലമായിട്ട് റിലാക്സേഷൻ ടൈം കുറയുകയും റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ കൂടുന്നു, അപ്പോൾ റിലാക്സേഷൻ ടൈം കുറയുകയും റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. അപ്പം ഇവിടെ എത്ര നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഒരു കണ്ടക്ടറിലെ ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പൊ ടെമ്പറേച്ചർ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ടെമ്പറേച്ചറിലുള്ള ചേഞ്ചിന് നമ്മൾ ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. ഇനിയും റെസിസ്റ്റൻസിനുണ്ടാകുന്ന ആ വ്യത്യാസം അത് ഇൻക്രീസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഡെൽറ്റ ആർ കൊടുക്കാം. ഇനിയും ഇതിന്റെ നമ്മുടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന റെസിസ്റ്റർ, ഒറിജിനൽ റെസിസ്റ്റൻസിന് നമുക്ക് R0 എന്ന് കൊടുക്കാം. എന്താണ്, ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ യഥാർത്ഥ റെസിസ്റ്റൻസ് അഥവാ ഒറിജിനൽ റെസിസ്റ്റൻസ് നമ്മൾ R0 എന്ന് കൊടുക്കാം. റെസിസ്റ്റൻസിന് ടെമ്പറേച്ചർ കൂടുന്നതിന് റെസിസ്റ്റൻസ് കൂടുന്നല്ലേ പറഞ്ഞു. അപ്പൊ റെസിസ്റ്റൻസിന് ഉണ്ടാകുന്ന വ്യത്യാസത്തിന് ഡെൽറ്റ ആർ എന്നും ടെമ്പറേച്ചർ ഉണ്ടാകുന്ന ചേഞ്ചിന് ഡെൽറ്റ ടി എന്നും കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഈ റെസിസ്റ്റൻസിനുണ്ടാകുന്ന ചേഞ്ച് ഇവിടെ ഇൻക്രീസ് ആയതുകൊണ്ട് for a given conductor, the increase in the resistance is proportional to the original resistance R0 and the change in temperature delta T. ഒരു മെറ്റാലിക് കണ്ടക്ടറിലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുമെന്നല്ലേ പറഞ്ഞു. അപ്പൊ ആ റെസിസ്റ്റൻസിനുണ്ടായ ആ ഇൻക്രീസ് ഡെൽറ്റ ആർ ആണ് റെസിസ്റ്റൻസിനുണ്ടായ ഇൻക്രീസ്. അത് എന്തിനൊക്കെ പ്രൊപ്പോർഷൻ ആണ്, പ്രൊപ്പോർഷണൽ ടു അതിന്റെ യഥാർത്ഥ റെസിസ്റ്റൻസ്, ഒറിജിനൽ റെസിസ്റ്റൻസ് ആൻഡ് ഓൾസോ ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ ഡെൽറ്റ ആർ പ്രൊപ്പോർഷണൽ ടു R0 ഡെൽറ്റ ടി. ഇനി ഈ പ്രൊപ്പോർഷൻ സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം ദാറ്റ് ഈസ് ഡെൽറ്റ ആർ ഈക്വൽസ് കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനും ഇതിവിടെ മാറിപ്പോകരുത്. കോൺസ്റ്റന്റിന് നമ്മൾ കൊടുക്കുന്നത് ആൽഫ എന്നാണ്. ഇത് പ്രൊപ്പോർഷണൽ ആണ്, ഇത് ആൽഫയാണ്. രണ്ടുകൂടി മാറുന്നത് ആൽഫ ഇൻറ്റു R0 ഡെൽറ്റ ടി. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആണ് ആൽഫ, ഇത് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആൽഫ ഇൻറ്റു R0 ഡെൽറ്റ ടി, where alpha is known as the temperature coefficient of resistance. Temperature coefficient of resistance. അപ്പൊ ആൽഫയുടെ പേരാണെന്ത്, ആൽഫ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞു ഒരു മെറ്റാലിക് കണ്ടക്ടറിലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടും. അപ്പം ഇത് യഥാർത്ഥ റെസിസ്റ്റൻസ് ഇത് ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുത്തി അഥവാ കൂട്ടി, അപ്പോൾ റെസിസ്റ്റൻസിനുണ്ടായ ചേഞ്ച് ആണ് അഥവാ കൂടിയതാണെന്ന് ഡെൽറ്റ. അപ്പൊ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു യഥാർത്ഥ റെസിസ്റ്റൻസ് ഒറിജിനൽ റെസിസ്റ്റൻസ് R0 ആൻഡ് ഓൾസോ ദി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അഥവാ ടെമ്പറേച്ചർ ഉണ്ടായ ചേഞ്ച് ഡെൽറ്റ ടി. Therefore, ഈ പ്രൊപ്പോർഷൻ സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇക്വേറ്റ് ചെയ്യുന്നു, അഥവാ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഡെൽറ്റ ആർ ഈക്വൽസ് a constant alpha into R0 delta T, where alpha is known as the temperature coefficient of resistance. അടുത്തായിട്ട് നമുക്ക് ഈ ആൽഫയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഈ ആൽഫ ഇത് പ്രൊപ്പോർഷണൽ, ഇത് ആൽഫ ആണെന്ന് എപ്പോഴും ഓർത്തോണം, രണ്ടും ഒരുപോലെ തോന്നും. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ആൽഫ ഇതിൽ കണ്ടെത്താം. ഇത് ഈ ഇക്വേഷനിൽ നിന്നും ആൽഫ എന്ത് വരും, ആൽഫ ഈക്വൽസ് ഡെൽറ്റ ആർ divided by
R0 ഡെൽറ്റ ടി. ആൽഫ ഈ ഇക്വേഷനിൽ നമ്മൾ ആൽഫ കണ്ടെത്തുകയാണ്. ആൽഫ ഇസിക്കൽ ഡെൽറ്റ ആർ താഴേക്ക് പോകും ബൈ R0 ഡെൽറ്റ ടി. അപ്പോൾ ആൽഫ ഡെഫിനിഷൻ ആണ് അടുത്തത് പറയാൻ പോകുന്നത്. എന്താണ് ആൽഫ? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പൊ ഇതെന്താണ്? റെസിസ്റ്റൻസിനുണ്ടായ ചേഞ്ച്. ഇതെന്താണ്? ഒറിജിനൽ റെസിസ്റ്റൻസ്. ഇതെന്താണ്? ടെമ്പറേച്ചറിനുണ്ടായ ചേഞ്ച്. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി increase in resistance per unit original resistance per unit rise of temperature. ഇവിടെ പറയാം ആൽഫ ഡെഫിനിഷൻ ആണ്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ is defined as the increase in resistance per unit original resistance per unit rise of temperature. That is alpha is equal to delta R by R0 delta T. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ ആൻഡ് ഇക്വേഷൻ. ഇനി ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, അത് കാണാതെ പിടിക്കണം ആ ഇക്വേഷൻ. ഏതെങ്കിലും ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് R ഈക്വൽസ് R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. ഇതാണ് ഏതെങ്കിലും ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. R ഈക്വൽസ് R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. ഈ R0 എന്ന് പറയുന്നത് എന്താണ്? R0 എന്ന് പറയുന്നത് ഒറിജിനൽ റെസിസ്റ്റൻസ് ആണ്. ഇനിയും ആൽഫ എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചല്ലോ, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഡെൽറ്റ ടി എന്താണ്? ടെമ്പറേച്ചറിനുണ്ടാകുന്ന ചേഞ്ച്. ഇവിടെ ഇറേസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനിയും നമുക്ക് R എന്ന് പറയുന്നതോ R is the resistance at temperature T. T temperature resistance ആണെന്ത്? R is the resistance at temperature T. R0 is the എന്താണ്? Original resistance. Then alpha is the എന്താണ്? Temperature coefficient of resistance. അപ്പൊ ഇതാ കാണാതെ പറഞ്ഞിരിക്കണം. R is equal to R0 into 1 plus alpha delta T. ഇതെന്താണ്? റെസിസ്റ്റൻസ് അറ്റ് എനി ടെമ്പറേച്ചർ T. ഏതെങ്കിലും ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്.